ഹലോ ഗൈസ്, ECG ഇൻ്റർപ്രിട്ടേഷൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ECG പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലീഡാണ് ആദ്യം നോക്കേണ്ടത്, റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, റിതം എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECGൻ്റെ ആക്സിസ് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് നോക്കാനാണ്. അത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കാർഡിയാക് ആക്സിസ്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു നെറ്റ് ഇലക്ട്രിക്കൽ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പം ECG എന്ന് പറയുന്നത് തന്നെ ഈ ഇലക്ട്രിക്കൽ വെക്റ്ററിനെ ഈ 12 ലീഡുകൾ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേവ് ഫോം, ഒരു ലൈൻ ഡയഗ്രമാണ് ഈ ECG എന്ന് പറയുന്നത്. അതേപോലെ ഈ ഇലക്ട്രിക്കൽ വെക്റ്റർ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനെ ഒബ്സർവ് ചെയ്യുന്ന ലീഡുകളിൽ ഏതൊക്കെ ലീഡുകളിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷനും ഏതൊക്കെ ലീഡുകളിൽ നെഗറ്റീവ് ഡിഫ്ലക്ഷനും ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ECGയുടെ ആക്സിസ് അല്ലെങ്കിൽ ഈ കാർഡിയാക് ആക്സിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഇല്ലേ, ഈ ഡയറക്ഷനെ തന്നെയാണ് നമ്മൾ ECGയുടെ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാപ്പ് നോക്കുന്ന സമയത്ത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നൊക്കെ പറയാറില്ലേ. അപ്പം അതേപോലെ നമ്മൾ ECGയുടെ ആക്സിസിനെ കുറച്ച് ആംഗിൾസിൻ്റെ വാല്യൂസൊക്കെ ഇട്ടിട്ട്, അതായത് ഡിഗ്രീൻ്റെ വാല്യൂസ് ഇട്ടിട്ട് നമ്മൾ പറയും. നമുക്കറിയാം ഹ്യൂമൻ ബോഡിക്ക് 3 അനാട്ടമിക്കൽ പ്ലെയിൻസ് ആണുള്ളത്: ഫ്രോണ്ടൽ, സജൈറ്റൽ, ആക്സിയൽ. ECG ലീഡുകൾ വെക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബോഡിയുടെ ആക്സിയൽ പ്ലെയിനിലൂടെയാണ് നമ്മൾ ചെസ്റ്റ് ലീഡുകൾ വെക്കുന്നത്. അതായത് V1 to V6 ലീഡുകളുണ്ടല്ലോ, ഇത് ചെസ്റ്റിൻ്റെ ആക്സിയൽ പ്ലെയിനിലൂടെയാണ് വെക്കുന്നത്. അതേസമയം നമ്മുടെ ലിംബ് ലീഡുകൾ, അതായത് AVL, AVR, AVF, പിന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എന്നിങ്ങനെ 6 ലീഡുകളും വെക്കുന്നത് കൊറോണൽ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്രോണ്ടൽ പ്ലെയിനിലാണെന്ന് നമ്മൾ ഒരുപക്ഷെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ECGയുടെ ആക്സിസ് നോക്കാനായിട്ട് നമ്മൾ ഈ 6 ലീഡുകളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലീഡ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ലീഡ് 1, ലീഡ് 2, ലീഡ് 3 ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ. എയ്ൻതോവൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഈ ട്രയാങ്കിളിൽ ലീഡ് 1, ലീഡ് 2, ലീഡ് 3 ഈ 3 ലീഡിൻ്റെ ഡയറക്ഷനുകൾ മാറാതെ പൊസിഷൻ മാത്രം മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലീഡുകളെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ലീഡുകളായിട്ട് കൺസിഡർ ചെയ്യാം. നെറ്റ് ഇലക്ട്രിക്കൽ വെക്റ്ററിന് ഈ 6 ലീഡുകളും കൂടെ ചേർന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ECG ആക്സിസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായി ഓരോ ലീഡുകൾക്കും ഓരോ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ലീഡ് 1നെ നമ്മൾ 0 ഡിഗ്രി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ലീഡ് 1ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് പോയാൽ നെഗറ്റീവ് വാല്യൂസും ക്ലോക്ക് വൈസ് പോയാൽ പോസിറ്റീവ് വാല്യൂസുമാണ്. അപ്പോൾ AVL ഇരിക്കുന്നത് -30 ഡിഗ്രിയിലാണ്, ലീഡ് 2 ഇരിക്കുന്നത് 60 ഡിഗ്രിയിലും, AVF ഇരിക്കുന്നത് 90 ഡിഗ്രിയിലും, ലീഡ് 3 ഇരിക്കുന്നത് 120 ഡിഗ്രിയിലും, അവസാനം AVR ഇരിക്കുന്നത് -150 ഡിഗ്രിയിലുമാണ്. നോർമൽ കാർഡിയാക് ആക്സിസ് എന്ന് പറയുന്നത് -30 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. അതായത് പോസിറ്റീവ് 90 ഡിഗ്രി വരെയാണ് നോർമൽ കാർഡിയാക് ആക്സിസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയുള്ള ആക്സിസിനെ നമ്മൾ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്നും, -30 ഡിഗ്രി മുതൽ -90 ഡിഗ്രി വരെയുള്ള ആക്സിസിനെ നമ്മൾ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. -90 ഡിഗ്രി മുതൽ -180 ഡിഗ്രി വരെയുള്ള ആക്സിസിനെ എക്സ്ട്രീം ആക്സിസ് ഡീവിയേഷൻ, നോർത്ത് വെസ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ നോമാൻസ് ഏരിയ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ടെക്നിക്കലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതൊക്കെ എങ്ങനെ ECG പേപ്പർ നോക്കിയിട്ട് മനസ്സിലാക്കുന്നത്? ECGൻ്റെ ആക്സിസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള 2 മെത്തേഡ് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാഡ്രൻ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പം ECGയുടെ ആക്സിസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഈ ക്വാഡ്രൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ECG പേപ്പറിൽ 2 ലീഡുകളാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്: ലീഡ് 1ഉം ലീഡ് AVFഉം. നോർമൽ ആക്സിസ് ആണെങ്കിൽ ലീഡ് 1ലും ലീഡ് AVFലും QRS കോംപ്ലക്സിന് പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി AVF പോസിറ്റീവും ലീഡ് 1 നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ലീഡ് 1 പോസിറ്റീവും AVF നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിബിൾ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയാം.
അപ്പോൾ അതെന്താ പോസിബിൾ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നോർമൽ കാർഡിയാക് ആക്സിസ് എന്ന് പറയുന്നത് -30 മുതൽ 90 ഡിഗ്രി വരെയാണ്. ലീഡ് 1 0 ഡിഗ്രിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ആക്സിസ് -30 താഴെ ഉള്ളതാണെങ്കിൽ അത് ഫിസിയോളജിക്കൽ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ അല്ലേ, പത്തോളജിക്കൽ അല്ലല്ലോ. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ലീഡ് 2ലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. AVF-ൽ നെഗറ്റീവ് ഡിഫ്ലക്ഷനും ലീഡ് 1-ൽ പോസിറ്റീവ് ഡിഫ്ലക്ഷനും ലീഡ് 2-ൽ നെഗറ്റീവ് ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അത് പത്തോളജിക്കൽ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ എന്ന് പറയാം. അതേസമയം ലീഡ് 2-ൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണെങ്കിൽ നോർമൽ കാർഡിയാക് ആക്സിസ് എന്ന് നമുക്ക് പറയാം. അതായത് ഫിസിയോളജിക്കൽ ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ്റെ അകത്ത് വരുന്ന ഒരു ആക്സിസ് ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ആക്സിസ് നോക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടില്ല. അപ്പോൾ ECG പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ QRS കോംപ്ലക്സിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷനുള്ള ലിംബ് ലീഡ് ഏതാണെന്ന് നോക്കുക. അതായത് ഈ 6 ലീഡുകളിൽ ഏത് ലീഡിലാണ് മാക്സിമം QRS കോംപ്ലക്സിൻ്റെ ഡിഫ്ലക്ഷൻ ഉള്ളതെന്ന് നോക്കുക. അതിനുശേഷം സെക്കൻഡ് മോസ്റ്റ് ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ള ലീഡ് ഏതാണെന്ന് നോക്കുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം നോക്കിയ ലീഡിൻ്റെയും രണ്ടാമത് നോക്കിയ ലീഡിൻ്റെയും ഇടയ്ക്കായിരിക്കും ഹാർട്ടിൻ്റെ ആക്സിസ് ഉണ്ടാവുക. ഇത് കൺഫേം ചെയ്യാനായിട്ട് ഏത് ലീഡിലാണ് ബൈഫേസിക് വേവ്, അതായത് ഇക്വിഫേസിക് വേവ് എന്താണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇക്വിഫേസിക് വേവും ബൈഫേസിക് വേവും ഉള്ളത് ഏത് ലീഡിലാണെന്ന് നോക്കുക. എന്നിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആക്സിസ് ഉള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ഇതിനെ കാർഡിയാക് ആക്സിസ് ട്രെയിനർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ECG പേപ്പറും കാർഡിയാക് ആക്സിസും എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വീലുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ECGയുടെ ഒരു പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫ്ലക്ഷൻസ് ഉണ്ട്, 6 ലീഡുകളുടെയും ഡിഫ്ലക്ഷൻസ് ഉണ്ട്. അതിൽ ഈ ആരോസ് കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലുള്ള ലീഡിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ളത്. കണ്ടോ? അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലീഡിൻ്റെ അടുത്തേക്കാണ് ഇലക്ട്രിക്കൽ വെക്ടർ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ലീഡ് 2-ന് നേരെയാണ് ആക്സിസ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാം ഇതിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷനാണ് ലീഡ് 2-ലുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലീഡ് കണ്ടില്ലേ, അതായത് AVR-ൽ നെഗറ്റീവ് ഡിഫ്ലക്ഷനാണ് കാണുന്നത്. അതേപോലെ ഇപ്പം നമ്മുടെ ആക്സിസ് ഇരിക്കുന്നത് ലീഡ് 1-നും 2-നും ഇടയ്ക്കാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ ആക്സിസ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ലീഡ് 1 ഇതിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ലീഡ് 2-ലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ഒരേപോലെ ഡിഫ്ലക്ഷൻ ഉള്ള സ്ഥിതിക്ക് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും, അതായത് 0 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെ ഇടയ്ക്കായിരിക്കും ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം പ്രിസൈസായിട്ട് ഏകദേശം ഒരു 30 ഡിഗ്രിയുടെ അടുത്തുണ്ടാവും ഇതിൻ്റെ ആക്സിസ് എന്ന് പറയാം. അതേപോലെ നമ്മളിപ്പം ലീഡ് 3-ൻ്റെ അടുത്തേക്കാണ് വെച്ചതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പം ലീഡ് 3-ൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരും. അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലീഡ് AVL-ൽ നെഗറ്റീവ് ഡിഫ്ലക്ഷനാണ് വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ECGയുടെ ആക്സിസ് ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കിട്ടുന്ന ECG എല്ലാം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം എങ്ങനെ ഇത് വായിച്ചിട്ട് റേറ്റ്, റിതം, ആക്സിസ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കുക. അപ്പം കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് മാറും. കിട്ടുന്ന ECG എല്ലാം ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.